നമസ്കാരം. അദൃശ്യവേദയുടെ ആവേശകരമായ പുതിയൊരു ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് സിറോയുടെ തകർച്ചയും ആർഷന്റെ നിസ്സഹായാവസ്ഥയുമാണ്. എന്നാൽ ഇന്ന് സിറോ ഒരു പുതിയ അവതാരമായി മാറുകയാണ്. രഹസ്യം തേടിയുള്ള യാത്രയിൽ ആർഷനെ കാത്തിരിക്കുന്നത് അപകടകരമായ ശത്രുക്കളാണ്. മരണത്തെ മുഖാമുഖം കാണുന്ന ഈ പോരാട്ടത്തിൽ ആര് ജയിക്കും? ആ നീല തീജ്വാല സിറോയുടെ ശരീരത്തിൽ പതിച്ച ആ നിമിഷം തന്നെ ശിലാഫലകത്തിന്റെ പിടിയിൽ നിന്നും ആർഷൻ സ്വതന്ത്രനായി. വായുവിൽ ചിതറിത്തെറിച്ചു നിന്നിരുന്ന സിറോയുടെ പ്രകാശ സെല്ലുകൾ നോക്കി ആർഷൻ വിങ്ങിപ്പൊട്ടി. എന്നാൽ ആ സങ്കടത്തിനിടയിൽ അവൻ ഒരു അത്ഭുതം കണ്ടു. വായുവിൽ ചിതറി നിന്നിരുന്ന ഓരോ പ്രകാശ സെല്ലും വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. ഓരോ സെല്ലിനു ചുറ്റും ആ നീല തീജ്വാലയുടെ ഒരു പ്രഭാവലയം രൂപപ്പെട്ടു വരുന്നത് ആർഷൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൻ സ്വയം ചോദിച്ചു, ഇതെന്താണ് സംഭവിക്കുന്നത്? ആ നീല തീജ്വാല യഥാർത്ഥത്തിൽ എന്തായിരുന്നു? എന്റെ പ്രകാശ സെല്ലുകൾ ആ ഊർജത്തെ ആഗിരണം ചെയ്യുകയാണോ? ആർഷൻ ആലോചിച്ചു നിൽക്കവേ ആ പ്രകാശ സെല്ലുകളെല്ലാം ഒത്തുചേർന്ന് ഒരു വലിയ നീലഗോളമായി മാറി. അതിനു ചുറ്റും അതിശക്തമായ ഒരു പ്രഭാവലയം രൂപപ്പെട്ടു. അടുത്ത നിമിഷം ആ നീലഗോളത്തിൽ നിന്നും ഒരു മിന്നൽ പിണർ പോലെ പ്രകാശം പുറപ്പെട്ട് നിലത്ത് ഉരുകിയൊലിച്ചു കിടന്ന സിറോയുടെ സ്വർണ്ണ പുറമ്പാളികളിലേക്ക് പതിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദ്രാവക രൂപത്തിലായിരുന്ന ആ സ്വർണം പതിയെ വായുവിൽ ഉയർന്നു പൊങ്ങി ആ നീലഗോളത്തെ ആവരണം ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ അത് സിറോയുടെ പഴയ രൂപത്തിലേക്ക് തിരിച്ചെത്തി. സിറോ തന്റെ ലെൻസ് പതുക്കെ ഇമവെട്ടി തുറന്നു. അത് കണ്ട ആർഷൻ സിറോയോട് ചോദിച്ചു, സിറോ, നിനക്ക് എങ്ങനെയുണ്ട്? എന്തായിരുന്നു ആ നീല വെളിച്ചം? സിറോ അല്പനേരം നിശബ്ദനായി നിന്നു. അവന്റെ സിസ്റ്റത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്നതുപോലെ ആർഷന് തോന്നി. സിറോ, അതൊരു ഹൈ എനർജി സോഴ്സ് ആയിരുന്നു ആർഷൻ. അത് ഏറ്റതോടെ എന്റെ പ്രോഗ്രാമുകളെല്ലാം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. എന്നിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതെന്താണെന്ന് കൃത്യമായി വിശദീകരിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. പക്ഷെ ഒന്നു മാത്രം അറിയാം, ഞാനിപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിറോയല്ല. എനിക്ക് വിചാരിക്കുന്ന ഏതു രൂപവും സ്വീകരിക്കാൻ സാധിക്കും. ആ ഊർജം ഇപ്പോഴും എന്റെ മെമ്മറി സെല്ലുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറോയുടെ ഈ മാറ്റം ആർഷനെ അമ്പരപ്പിച്ചു. സംസാരത്തിന് ശേഷം സിറോ ആ ശിലാഫലകത്തിന് നേരെ തിരിഞ്ഞു. നിഗൂഢമായ ആ ശിലയെ സിറോ തന്റെ പുതിയ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്തു. അതിനുശേഷം സിറോ തുടർന്നു, ആർഷൻ, ഈ ശിലാഫലകത്തിനുള്ളിൽ ഒരു പുസ്തകമുണ്ട്. അത് പുറത്തെടുക്കണമെങ്കിൽ ഈ ശില ഇളക്കി മാറ്റണം. സിറോ തന്റെ പുതിയ കരുത്തുപയോഗിച്ച് ആ ശിലാഫലകം പതുക്കെ ഇളക്കി. അതിനുള്ളിൽ നിന്നും പുരാതനമായ തുകൽ കൊണ്ട് പൊതിഞ്ഞ ഒരു പൊതി അവർക്ക് ലഭിച്ചു. ആർഷൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പൊതി പതുക്കെ തുറന്നു. അതിനുള്ളിൽ നിന്നും ഒരു വെള്ളി വെളിച്ചം പുറത്തേക്ക് വന്ന് ആ ഇടനാഴിയെ പ്രകാശിപ്പിച്ചു. ആ പ്രകാശം പതിയെ കെട്ടടങ്ങിയപ്പോൾ ആർഷൻ ആവേശത്തോടെ അതിനുള്ളിലേക്ക് നോക്കി. വിചിത്രമായ ലിപികളാൽ എഴുതപ്പെട്ട ഒരു പുരാതന ഗ്രന്ഥമായിരുന്നു അത്. ആ ഗ്രന്ഥത്തിന്റെ പുറത്ത് വെള്ളിയിൽ കൊത്തിവെച്ചിരുന്ന ആ വാക്കുകൾ മാത്രം ആർഷന് വായിക്കാൻ കഴിഞ്ഞു. പൃഥ്വി തത്വം. പുരാതന ഗ്രന്ഥവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആർഷൻ സിറോയോട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു കടക്കണം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത ഇടനാഴിയിൽ കൂടി ആരൊക്കെയോ നടന്നുവരുന്ന കാൽപ്പെരുമാറ്റവും മറ്റ് ശബ്ദങ്ങളും ആർഷൻ കേൾക്കുന്നു. ആർഷൻ സിറോയോട് പരിഭ്രമത്തോടെ പറഞ്ഞു, സിറോ, ആരൊക്കെയോ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ ആരാണെന്ന് അവർ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അത് എനിക്കും എന്റെ കുടുംബത്തിനും ദോഷമായി ബാധിക്കും. അതുകൊണ്ട് നീ എന്നെ ഇവിടുന്ന് എങ്ങനെയും രക്ഷിക്കണം. സിറോ പെട്ടെന്ന് തന്നെ അവന്റെ പുതിയ എക്സ്റേ ലെൻസ് ആക്ടിവേറ്റ് ചെയ്ത് ഭിത്തിക്ക് മറുപുറം സ്കാൻ ചെയ്തു. അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു നീല പ്രകാശം പുറപ്പെടുന്നു. സിറോ പെട്ടെന്ന് തന്നെ ആർഷന്റെ നേർക്ക് തിരിഞ്ഞ് അവനോട് പറഞ്ഞു, ആർഷൻ, അവർ 4 പേരുണ്ട്. 3 പേർ മുഖമൂടി ധരിച്ച് ആയുധധാരികളാണ്. അവരുടെ കയ്യിൽ തോക്കും വാളും മാരകമായ ലേസർ ഗണ്ണുകളുമുണ്ട്. അവരുടെ നേതാവാണെന്ന് തോന്നുന്നു. കോട്ടും സൂട്ടുമിട്ട് ഒരാൾ പിറകെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ജീവന് ആപത്താണ്. ഇത് കേട്ട് പേടിച്ച ആർഷൻ സിറോയോട് ചോദിച്ചു, സിറോ, നിനക്കെന്നെ ഒളിപ്പിക്കാൻ കഴിയുമോ? ഇത് കേട്ട സിറോ, എനിക്ക് ഒരാളെ അപ്രത്യക്ഷനാക്കാൻ ഒന്നും കഴിയില്ല. അവരോട് നമുക്ക് പൊരുതേണ്ടി വരും. ആർഷൻ കൂടുതൽ പരിഭ്രമത്തോടെ, എനിക്ക് 4 പേരെ പോയിട്ട് ഒരാളെപ്പോലും അടിച്ചു വീഴ്ത്താനുള്ള ശക്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ 4 പേരോട് പോരാടുക? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സിറോ? ഇത് കേട്ട സിറോയുടെ ശബ്ദത്തിൽ ഒരു നിശ്ചയദാർഢ്യം നിറഞ്ഞു. നീ പോരാടണ്ട, ഞാൻ പോരാടാം. നീ എന്റെ മെമ്മറിയിൽ സേവ് ചെയ്ത മാർഷൽ ആർട്ട് എന്നെ സഹായിക്കും. ഇത് കേട്ട് ആർഷൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ അന്ന് വെറുതെ നിന്റെ മെമ്മറിയിൽ മാർഷൽ ആർട്ട് ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ അത് സഹായമായി. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ അവർ തിരിച്ചറിയില്ലേ? ഇത് കേട്ട സിറോ പറഞ്ഞു, ഇല്ല, തിരിച്ചറിയില്ല. എനിക്ക് നിന്റെ ശരീരം മൊത്തം മൂടുന്ന ഒരു പടച്ചട്ടയായി മാറാൻ കഴിയും. അതും പറഞ്ഞ് സിറോ ഒരു തിളക്കമുള്ള നീല പടച്ചട്ടയായി ആർഷന്റെ ശരീരത്തിൽ പൊതിയുന്നു.
ഇപ്പോൾ ആർഷനെ കാണാൻ ഒരു റോബോയെപ്പോലെയുണ്ട്. അവന്റെ കണ്ണുകൾക്ക് ചുറ്റും ഒരു ചുവന്ന പ്രകാശവലയവും കാണാം. പെട്ടെന്നു തന്നെ സിറോ കയ്യിലിരുന്ന പുസ്തകം അവന്റെ പിറകിൽ ഒളിപ്പിച്ച് ദൂരേക്ക് ഓടി. നിമിഷനേരം കൊണ്ടുതന്നെ ആ 3 ആയുധാരികളും അയാളുടെ നേതാവെന്ന് തോന്നുന്ന ഒരു നിഗൂഢ മനുഷ്യനും അവിടെ എത്തി. എല്ലാവരും മുഖം കറുത്ത തുണികൊണ്ട് മൂടിയിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ നേതാവ് വിളിച്ചു പറഞ്ഞു, അതൊരു റോബോ ആണ്. ആരോ അതിനെ അയച്ചതാണ്. പിടിക്കവനെ. അവന്റെ കയ്യിലുള്ള രേഖകളെല്ലാം നമുക്ക് സ്വന്തമാക്കണം. അതെന്താണെന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ 10 വർഷം കളഞ്ഞു. അത് വിട്ടുതരില്ല. ഇതു പറഞ്ഞ ശേഷം അയാൾ തന്റെ അനുയായികളോട് ആക്രമിക്കാൻ ആംഗ്യം കാണിച്ചു. ആർഷൻ റോബോ പടച്ചട്ടയിൽ നിൽക്കുന്നു. ശത്രുക്കൾ ലേസർ ഗണ്ണുകളും വാളുകളുമായി ആർഷനുമേൽ ചാടി വീഴുന്നു. പേടിയാണെങ്കിലും അവന്റെ ശരീരം സിറോയുടെ നിയന്ത്രണത്തിലാണ്. അവന്റെ കൈകളും കാലുകളും അതിവേഗം ചലിക്കുന്നു. ഒരു ഷാവോലിൻ സന്യാസിയെപ്പോലെ സിറോയുടെ മാർഷൽ ആർട്ട് കഴിവുകൾ ആർഷന്റെ ശരീരത്തിലൂടെ പുറത്തുവരുന്നു. ശത്രുക്കളെ അടിച്ചു വീഴ്ത്തുന്നു. ഇത് കണ്ട സംഘത്തലവൻ ഒരു ഗണ്ണെടുത്ത് സിറോയുടെ പിൻഭാഗത്ത് ഷൂട്ട് ചെയ്തു. അത് ഒരു ട്രാക്കർ ചിപ്പായിരുന്നു. ആ ചിപ്പ് സിറോയുടെ ദേഹത്ത് തറഞ്ഞു കയറി. ആ നിമിഷം തന്നെ സിറോ അയാളെ അടിച്ച് താഴെയിട്ടു. അതോടെ അയാളുടെ ബോധവും പോയി. അങ്ങനെ ഒരു സംഘട്ടനവും കഴിഞ്ഞ് എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ആർഷനും സിറോയും അവിടെ നിന്നും ദൂരേക്ക് ഓടി രക്ഷപ്പെടുന്നു. ആർഷന്റെയും സിറോയുടെയും യാത്രയിൽ പുതിയൊരു ശത്രു കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ആരാണ് ആ നിഗൂഢ മനുഷ്യൻ? പൃഥ്വി തത്വം ആരുടെ കയ്യിലെത്തും? സിറോയുടെ പടച്ചട്ടയിൽ ഒളിപ്പിച്ച ആ ട്രാക്കർ ആർഷന് വിനയാകുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ അദൃശ്യവേദ എപ്പിസോഡുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.